രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ 4ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. 12 ദിവസത്തിനിടെ പെട്രോളിനും ഡീസലിനും കൂടി 8.5 രൂപയാണ് കൂട്ടിയത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, വീണ്ടും ഒരു ഇരുട്ടടി ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഇന്ധന വിലയിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും അടക്കം വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ രണ്ടാഴ്ചയ്ക്കിടെ 4ാം തവണയാണ്. ഏകദേശം 8 രൂപയുടെ അടുത്താണ് ഈ ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എണ്ണക്കമ്പനികൾ. നിലവിലെ കണക്ക് പ്രകാരം പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ 12 ദിവസത്തിനിടെ പെട്രോളിനും ഡീസലിനും കൂടി 8.5 രൂപയാണ് വർദ്ധിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ വർധനവുണ്ടായത് മെയ് 19-നും മെയ് 15-നുമായിരുന്നു. പിന്നീട് മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമായി വർദ്ധിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിലെ പശ്ചിമേഷ്യ സംഘർഷമാണ് നിലവിലെ ഇന്ത്യൻ കമ്പനികൾ വില വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ. തുടർച്ചയായി ഉണ്ടാകുന്ന വിലവർദ്ധനവ് അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും പൊതുഗതാഗത ചെലവുകൾ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. രാജ്യാന്തര വിപണിയിലെ വില വ്യതിയാനങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷമാണ് ഇത്തരത്തിൽ രാജ്യത്തെ വില വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വില കൂട്ടാൻ എണ്ണ കമ്പനികൾ നിർബന്ധമാകുന്നത് എന്നതാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. 8 രൂപ വരെ ക്രമേണ വർദ്ധിപ്പിക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചകൾ വരെ ഈ സാമ്പത്തിക വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും ഇപ്പോൾ 12 ദിവസത്തിനിടെ 8.5 രൂപയാണ് ക്രമേണ വർദ്ധിച്ചത്. അത് 4 തവണയായി മെയ് 15-നും മെയ് 19-നും മെയ് 23-നും മെയ് 25 ഇന്നുമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഡൽഹിയിലടക്കമുള്ള പെട്രോൾ വില 102 രൂപ 12 പൈസയായും ഡീസലിന് 95 രൂപ 20 പൈസയുമായാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആഗോള അസംസ്കൃത എണ്ണ വില വർധനവ് അതാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ധന വിലയെ ബാധിക്കുന്നത് എന്താണ് നിലവിൽ റിപ്പോർട്ട് വരുന്നത്. എന്തായാലും തുടർച്ചയായ 4ാം തവണ അല്ലെങ്കിൽ 12 ദിവസത്തിനിടെ 8 രൂപയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഇന്ധന വിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത്. അത് നിത്യോപയോഗ സാധനങ്ങളും പൊതുഗതാഗത ചെലവിനെയും ബാധിക്കുമെന്നതാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ദീപ്തി, ശരി, എന്തായാലും വീണ്ടും ഇന്ധന വിലയിൽ വർധനവുണ്ടായിരിക്കുകയാണ്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇന്ധന വില വർദ്ധിക്കാനുള്ള കാരണമായി പറയുന്നത്. 12 ദിവസത്തിനിടെ പെട്രോളിനും ഡീസലിനുമായി കൂട്ടിയത് 8.05 രൂപയാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.